ഇന്ന് മണ്ഡലപൂജ. പമ്പയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി മനോജ് ചേരുകയാണ്. മനോജ്, ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലും വൈകുന്നേരം 7 മണിക്ക് ശേഷവും പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടില്ല എന്നുള്ളതാണ് നിലവിലെ ക്രമീകരണം. അത് ഏതു രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? തീർച്ചയായും നമുക്കിപ്പോൾ പമ്പയിൽ നോക്കുകയാണെങ്കിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഒന്നോ രണ്ടോ കൗണ്ടറുകളിലൂടെ മാത്രമാണ് ഉള്ളിലേക്ക് പോകുന്നത്. സ്വാമിമാരൊക്കെ തന്നെ ഇവിടെ എത്തിയ ശേഷം വിശ്രമിച്ച് പോകുന്നവരുമുണ്ട്. അതുതന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 12:30 വരെ, അതായത് ഈ മണ്ഡലപൂജ നടക്കുന്ന സമയം അവിടേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടില്ല എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാത്രി 7 മണിക്ക് ശേഷവും സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല. കാരണം ഇന്ന് 10 മണിക്ക് തന്നെ ഹരിവരാസനം പാടി നട അടയ്ക്കേണ്ടതുണ്ട്. മണ്ഡലപൂജകൾക്ക് ശേഷം ഇന്നാണ് നട അടയ്ക്കുക. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ പോലീസുകാർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിയന്ത്രണങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടേക്ക് ഭക്തജനങ്ങൾ എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നോ രണ്ടോ വരിയിലൂടെ മാത്രം വലിയ തിരക്കില്ല എന്നുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പമ്പയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവരൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭക്തജനങ്ങൾ രാവിലെയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തി. രാവിലെയും വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. എന്തായാലും ഈ അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം ഈ 12 മണിയാകുമ്പോഴേക്കും ഈ സന്നിധാനത്ത് മണ്ഡല പൂജ ആരംഭിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ എത്തുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ എത്രയും വേഗം സന്നിധാനത്തേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് ഓരോരുത്തരും എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ എത്രയും വേഗം മുകളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും തിരക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ഇന്ന് തിരക്ക് വളരെയധികം കുറവ് തന്നെയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിലും ഇത് തന്നെയാവാം. ഇനി ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് എന്നുള്ള കാര്യം അത് കൃത്യമായും 7 മണി വരെ മാത്രമാണ് ദർശനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുക. അതുകൊണ്ട് തന്നെ തിരക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കൂടുതലാകുവാനും സാധ്യതയുണ്ട്. എന്തായാലും മറ്റ് രീതികളിൽ, അതായത് സാധാരണ ദിവസത്തെ പോലെ തന്നെ രാവിലെ ഉള്ള പൂജകളൊക്കെ തന്നെ നടന്നു കഴിഞ്ഞു. ഈ അഭിഷേകം 11 മണി വരെയാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഉച്ചയ്ക്ക് ഈ മണ്ഡല പൂജ ആരംഭിക്കുക. കഴിഞ്ഞ ദിവസവും തങ്കയങ്കി ഘോഷയാത്രയൊക്കെ ഈ പമ്പയിൽ എത്തിയിരുന്നു. തുടർന്ന് സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തിയിരുന്നു. അതിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നു. ആ സമയത്ത് തങ്കയങ്കി കടന്നുപോയ സമയത്ത് ഭക്തജനങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ലായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെ അവരുടെ രേഖകൾ പരിശോധിച്ച ശേഷം പോലീസ് ഉള്ളിലേക്ക് കടത്തിവിടുന്ന ദൃശ്യങ്ങളാണ്. നിരവധി ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു. തിരക്കിനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വളരെയധികം ഭക്തജനങ്ങൾ എത്തിയിരുന്നു. അതോടൊപ്പം ഓരോ ദിവസവും തിരക്ക് അങ്ങനെ മനോജ്, അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് സൂര്യഗ്രഹണമാണ് എന്ന മട്ടിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം എന്ന് ജ്യോതിഷ പണ്ഡിതർ വ്യക്തമാക്കുകയാണ്. സൂര്യഗ്രഹണം കാരണം ശബരിമലയിൽ നട അടച്ചിടുമെന്ന പ്രചാരണം വലിയ രീതിയിൽ വ്യാപിക്കുകയും ഈ പ്രചാരണം വ്യാജമാണെന്നും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ PS മഹേന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വ്യാജ പ്രചാരണത്തിനെതിരെ ദേവസ്വം ബോർഡ് സൈബർ സെല്ലിന് പരാതി നൽകി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു വലിയ വ്യാജ പ്രചാരണം ഈ ദിവസം തന്നെ ഇങ്ങനെ വ്യാപിക്കുകയാണ്. തികച്ചും ആസൂത്രിതമായ ഒരു നീക്കമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ദേവസ്വം ബോർഡ് അതിനെതിരെ തന്നെ സൈബർ സെല്ലിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കൃത്യമായും ഒരു വ്യാജ പ്രചാരണം, അതായത് 26-ാം തീയതി 8 മണി മുതൽ 11 മണി വരെ നട അടച്ചിടുമെന്നുള്ള രീതിയിലാണ്, ഈ സൂര്യഗ്രഹണം കാരണം നട അടയ്ക്കുമെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പ്രചരിച്ചത്. എന്നാൽ അതിൽ കൃത്യമായും ആസൂത്രിതമായിട്ടുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ള ഒക്കെ തന്നെ പണ്ഡിതന്മാർ, അതായത് ഈ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ്. അതായത് സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വന്ന ശേഷം, ഒരേ നേർക്കുനേർ വന്ന ശേഷം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മറയുന്നതാണ് സൂര്യഗ്രഹണം. എന്നാൽ ഈ കാലഘട്ടങ്ങളിലൊന്നും അത്തരത്തിലൊരു സൂര്യഗ്രഹണം സംഭവിക്കാനിടയില്ല. അത് സംഭവിച്ചിട്ടുള്ളത് 2019 ആ ദിവസമാണ്, അതായത് ഡിസംബർ 26-നാണ്. എന്നാൽ ഈ വീഡിയോ പഴയതാണ് എന്ന്
എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ ഒരു യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തതെന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ അതുപോലും വിശ്വാസയോഗ്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവരൊക്കെ വ്യക്തമാക്കുന്നത്. കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വീഡിയോകൾ ഇടാൻ തുടങ്ങിയിട്ട് 2023 ആയിട്ടുള്ള 2023 ശേഷമുള്ള വീഡിയോകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എന്നാലും 5 വർഷം മുമ്പാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ വിശ്വാസയോഗ്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയാണ് ദേവസ്വം ബോർഡ്. അതോടൊപ്പം തന്നെ ഭക്തർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം വ്യാപകമായി തന്നെ ഈ വീഡിയോ പ്രചരിച്ചു, ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നു, നട അടച്ചിടുമെന്നുള്ള കാര്യം ഇത് ഭക്തരിലേക്ക് എത്തിക്കുക, ഭക്തർക്ക് ആ ദിവസം പോകാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെയായിരുന്നു ആ വീഡിയോയിലൂടെ പ്രചരിച്ചത്. ഇത് കൃത്യമായും നിരവധി ഭക്തരിലേക്ക് എത്തിയിരുന്നു. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നിരവധി ഭക്തരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ശരി മനോജ്, സന്നിധാനത്ത് മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. എം മനോജാണ് പമ്പയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.